വീട്ടിൽ കോഴിയെ വളർത്തിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം കേൾക്കുന്നതും അറിയുന്നതും സ്വാലിഹായ സൽക്കർമ്മമായി കബൂലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസ്വിലാക്കി തരട്ടെ. ഇന്നൊരു സഹോദരി മെസ്സേജ് അയച്ചിരുന്നു, അവരുടെ ഉപ്പയുടെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കട്ടെ. അവരിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുത്ത് ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഴിയെ കുറിച്ചാണ്. അതായത് വീട്ടിൽ കോഴിയെ വളർത്തിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച്. ഇങ്ങനെ കോഴിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സഹോദരിമാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിയായിരിക്കാം. അങ്ങനെ പറയുകയില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടവുമായിരിക്കാം. എന്നാൽ സഹോദരിമാരോട് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരോട്, സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, എല്ലാവരും ഈ കോഴിയെ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പക്ഷികളുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ജീവിയായിരുന്നു കോഴി എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു വെളുത്ത പൂവൻകോഴി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നതിനെ കൊണ്ട്, കാരണം ഇത് മലക്കുകൾക്ക് ഇഷ്ടപ്പെട്ട ജീവിയാണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കോഴിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ചരിത്രമൊക്കെ നമുക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് ഇനി മുതൽ നാമും ഇഷ്ടപ്പെടണം. ഒരുപക്ഷെ നമ്മുടെ ഇന്റർലോക്ക് ചെയ്ത വീടിന്റെ മുറ്റത്ത് കാഷ്ടിച്ചു വെക്കുന്നു എന്നുള്ളതായിരിക്കാം കോഴിയെ കുറിച്ച് നമുക്കുള്ള പരാതി. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, കോഴിയുള്ള വീട്ടിലേക്ക് ശൈത്വാൻ കടന്നു വരികയില്ല. ശൈത്വാന്റെ ഒരു ഷെറും ആ വീട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. ശൈത്വാൻ ഏറ്റവും ദേഷ്യപ്പെട്ട ഒരു ജീവിയാണ് കോഴി എന്ന് പറയുന്നത്. സിഹിർ, കണ്ണേറ് പോലത്തെ എല്ലാ ഷെറുകളും ഈ കോഴി കാരണം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമുക്ക് ഏൽക്കുന്ന വലിയ വലിയ സിഹിറുകൾ നമ്മുടെ വീട്ടിലുള്ള ജീവികൾക്കാണ് ആദ്യം ഏൽക്കുക. അവരുടെ ശരീരത്തിനാണ് ആദ്യം അത് ലഭിക്കുക. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മുടെ കോഴി ചത്തു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ജീവിയായ ആട് ചത്തു എന്നൊക്കെ പറയുന്നത്. ആടിനെ പോറ്റലും ബറക്കത്തായ ഒരു കാര്യമാണ്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ, നമ്മുടെ ഈ കാര്യം കേട്ടതു മുതൽ അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്താണ് കോഴിക്ക് ഇത്രമേൽ പ്രതിഫലം എന്ന് ആലോചിക്കേണ്ടതൊന്നുമില്ല. കാരണം ആദ്യമായി നമ്മളെ വിളിച്ചുണർത്തുന്ന ജീവിയാണ് കോഴി എന്ന് പറയുന്നത്. സുബഹിക്ക്, അതായത് തഹജ്ജുദിന്റെ സമയമൊക്കെ നമ്മളെ വിളിച്ചുണർത്തുന്ന ജീവിയാണ് കോഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നല്ല ബറക്കത്തും കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.